എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഒരു ആവശ്യമില്ലാതെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഒരു തള്ള കിടന്ന് കാണിച്ച അട്ടഹാസവും ആ അട്ടഹാസത്തിന് കേരളം ഒറ്റക്കെട്ടായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അല്ലെങ്കിൽ ഇനി ഒരു പുതിയ നിയമം കൊണ്ടുവരണം. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാരും ഇനി പേരിൽ ഇത് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഇതുപോലുള്ള തല്ലിപ്പുളികൾ കലാമണ്ഡലത്തിൻ്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ സ്ഥാപനത്തിനാണ് മോശം. ഇന്നലെ ആരോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഡിപ്ലോമ എന്തോ തേങ്ങയോ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ കലാമണ്ഡലത്തിൽ നിന്നും വള്ളത്തോളിനെ പോലൊരു മഹാകവി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ ഇതുപോലുള്ള കൂതറകൾ സ്വന്തം പേരിൻ്റെ കൂടെ ഇട്ട് നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ സത്യഭാമ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഐശ്വര്യ റോയേക്കാളും സുന്ദരിയാണ് ഞാനെന്നാണ് പറഞ്ഞത്. 66 വയസ്സായ എന്നെ കണ്ടില്ല എന്നാണ് ഈ തൈക്കളവി ചോദിക്കുന്നത്. 66 വയസ്സായിട്ട് ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ? ഒരു പോരൻ ഇനിയും അംഗത്തിന് ബാല്യമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപാരമായി തുലുക്കട്ടി. ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളും മകനുണ്ടെങ്കിൽ അയാളൊക്കെ എങ്ങനെ ആ വീട്ടിൽ സഹിച്ച് ജീവിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? മരുമകളുണ്ടായിരുന്നത് എന്തോ സ്ത്രീധന പ്രശ്നം പറഞ്ഞ് കേസും കൊടുത്തിട്ട് പോയി. സഹിയിട്ട് പോയതായിരിക്കും ആ കുട്ടി. ഓയോ നീ ആര് കൈരളി ചാനലിൽ നിന്നാ? നിന്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അതിൽ ഏതോ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മൈക്ക് മാർഗി മൂക്കാമണ്ടയിൽ അടിച്ചു കൊടുക്കണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത സൈബർ കേസൊക്കെ ആവുമായിട്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. കവച്ചതിന്റെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഇവരെന്തിനെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കണേ? 100% ഞാൻ യോജിക്കുന്നു. മോഹിനിയാട്ടം ഇയാള് രാമകൃഷ്ണൻ, RLV രാമകൃഷ്ണൻ വേദിയിൽ മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അയാളുടെ മുഖത്തെ ചലനങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും ദ്രുത ചലനങ്ങൾ നോക്കിയാൽ പോരെ. ഇവർ കാലിന്റെ അടി കയറി നോക്കണം എന്തിനാ? വൃത്തികെട്ട സ്ത്രീ. അന്തസ് വേണോടാ അന്തസ്. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ.